ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കേരള നവോത്ഥാനത്തിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇതതിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് കേരള നവോത്ഥാനം മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ LP UP പരീക്ഷയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പറയുന്ന നവോത്ഥാനത്തിനെന്നുള്ളത് നിങ്ങൾക്ക് ആ സിലബസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ സിലബസിൽ പറയുന്ന നവോത്ഥാന നായകന്മാരെ കുറിച്ചിട്ടുള്ള കുറേയധികം ഫാക്റ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ, ഓപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. 20 ക്വസ്റ്റ്യനാണ് വരുന്നത്. കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ചെയ്തവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടില്ലാത്തവർക്ക് നമ്മുടെ പ്ലേലിസ്റ്റിനകത്ത് LP UP മാരത്തോൺ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിനകത്ത് എന്ത് കിടപ്പുണ്ട്, നമ്മുടെ ഈ പറയുന്ന കേരള നവോത്ഥാനത്തിൻ്റെ മോക്ക് ടെസ്റ്റുകൾ കിടപ്പുണ്ട്. അതൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പേന എടുക്കുക, പേപ്പർ എടുക്കുക. 20 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 20-ൽ എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു നവോത്ഥാനത്തിൽ എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. മോക്ക് ടെസ്റ്റിൽ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചു പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വാഗ്ബടാനന്ദൻ, ഡോക്ടർ പൽപ്പു, സഹോദരൻ അയ്യപ്പൻ, തൈക്കാടയ്യ ഗുരു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ABC ഏതാണോ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതുക. നമ്മൾ ലാസ്റ്റ് ഇത് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ മാർക്കിട്ട് പോയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? ചോദ്യം ഒന്നുകൂടെ. പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം ഏത് എന്നുള്ളതാണ്. കല്ലുമാല സമരം, ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള, വില്ലുവണ്ടി സമരം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ എന്ത് ചെയ്യുക, തിരഞ്ഞെടുത്ത് എഴുതുക. സമയം വേണ്ട ഒരു വീഡിയോ പോസ് ചെയ്തോളൂ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് മൂന്നാമത്തേത്. മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് എന്ന്? ഏത് വർഷം എന്നുള്ളതാണ്. മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് എന്ന്? 1949, 1947, 1959, 1924 എഴുതുക. അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്കറിയാം, നോട്ടിഫിക്കേഷൻ വന്ന കാര്യം, നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെയാണ് ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്, പുതിയ ബാച്ച്. ഓക്കെ, 6ാമത്തെ ബാച്ചാണ് നമ്മുടെ ക്രാഷ് ബാച്ചിലെ 6ാമത്തെ ബാച്ചാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട്. അതായത് ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഈ ലൈവിൻ്റെ റെക്കോർഡല്ല വരുന്നത്, അതല്ലാതെ നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഡെയിലി 3 മണിക്കൂർ ലൈവ് വരുന്നുണ്ട്. ആ ലൈവിനകത്ത് നിങ്ങൾക്ക് റിവിഷനുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലൈവിനകത്ത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവിനകത്ത് ചെയ്യാൻ സാധിക്കും. ഡെയിലി 3 മണിക്കൂർ ലൈവ് വരുന്നുണ്ട്. ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്. മെൻറ്റർ നിങ്ങൾക്ക് ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ, കോളിലൂടെ, ആപ്പ് വഴി എങ്ങനെ വേണ്ടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തരുന്ന വീഡിയോ ക്ലാസ്സിൻ്റെ എല്ലാം തന്നെ സ്റ്റഡി നോട്ട്സ് അവൈലബിൾ ആണ്. 5 മുതൽ 10 വരെയുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ചാപ്റ്റർ വൈസ് നമ്മുടെ സിലബസിൽ പറയുന്ന ചാപ്റ്ററുകൾ ഏതെല്ലാം എന്നുള്ളത് അത് കൃത്യമായിട്ട് തരംതിരിച്ചിട്ട് ആ രീതിയിലാണ് തരുന്നത്. അത് മാത്സിൻ്റെയും ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് 1999 രൂപയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ, LP UPയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ ചൂടെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആര്? ചോദ്യം. തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആര്? മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, സ്വാതി തിരുനാൾ, അവിട്ടം തിരുനാൾ. ഓക്കെ, അടുത്ത ചോദ്യം. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല എന്ന് പറഞ്ഞത് ആര്? ഓക്കെ, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല എന്ന് പറഞ്ഞത് ആര്? ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ എഴുതുക. നെയിം ഫുള്ളായിട്ട് എഴുതണമെന്നില്ല, നിങ്ങൾ ഓപ്ഷൻ എഴുതുക. നമ്മൾ ലാസ്റ്റ് എന്തായാലും ഇതിൻ്റെ ആൻസർ പറയുമല്ലോ. ഓക്കെ, 6ാമത്തത്. ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ആനന്ദ തീർത്ഥൻ, അയ്യത്താൻ ഗോപാലൻ, VT ഭട്ടതിരിപ്പാട്. ക്വസ്റ്റ്യൻ കൂടുതൽ നേരം വായിക്കാൻ സമയം ആവശ്യമുള്ളവർ വീഡിയോ പോസ് ചെയ്തോളൂ. ഓക്കെ, 7ാമത്തേത്. സൗന്ദര്യലഹരി എന്ന കൃതി രചിച്ചത് ആര്? സൗന്ദര്യലഹരി എന്ന കൃതി രചിച്ചത് ആര്? വിവർത്തനമാണ് പറയുന്നത്. വിവർത്തനത്തെ പറ്റിയിട്ടാണ്. കുമാരനാശാൻ, ശങ്കരാചാര്യർ, ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ. ആരാണെന്ന് വെച്ച് എന്ത് ചെയ്യുക,
എഴുതുക. അടുത്തത് 8ാമത്തെ ചോദ്യം. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ നയിച്ചത് ആര്? EMS, മന്നത്ത് പത്മനാഭൻ, VT ഭട്ടതിരിപ്പാട്, ഡോക്ടർ പൽപ്പു. ഓക്കെ, അപ്പോൾ ആരാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുമാരനാശാൻ ഓട് വ്യവസായശാല ആരംഭിച്ചത് എവിടെയാണ്? കുമാരനാശാൻ ഓട് വ്യവസായശാല ആരംഭിച്ചത് എവിടെയാണ്? ആലുവ, തോന്നയ്ക്കൽ, പന്മന, വർക്കല. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ എഴുതുക. അടുത്ത് 10ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ, കുഞ്ഞഹമ്മദ് ഹാജി, വക്കം മൗലവി, അലി മുസലിയാർ. അടുത്തത് 11ാമത്തെ ചോദ്യം. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് ഏത് വർഷമാണ്? ചട്ടമ്പി സ്വാമികൾ സമാധിയായത് ഏത് വർഷമാണ്? 1928, 1924, 1926, 1922. ഏതാണ് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അത് എഴുതുക. അടുത്തത് ശ്രീനാരായണ ഗുരു സമാധിയായത് ഏത് വർഷം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശ്രീനാരായണ ഗുരു സമാധിയായത് ഏത് വർഷം? എന്നാലും വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലേ? 1928, 1924, 1939, 1909. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. അഖിലത്തിരുട്ട് എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വളരെ ഇമ്പോർട്ടൻസ് ആണ്, കൃതികളുടെ കാര്യം നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അതിലൊന്നാണ് അഖിലത്തിരുട്ട് എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ, തൈക്കാട് അയ്യാ ഗുരു, ശ്രീനാരായണ ഗുരു. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. 14. വാസവദത്ത, ഉപഗുപ്തൻ എന്നീ കഥാപാത്രങ്ങൾ കുമാരനാശാൻ്റെ ഏത് കൃതിയിലുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം ഒന്നുകൂടെ. വാസവദത്ത അതുപോലെ തന്നെ ഉപഗുപ്തൻ എന്നീ പറയുന്ന 2 കഥാപാത്രങ്ങൾ കുമാരനാശാൻ്റെ താഴെ പറയുന്ന ഏത് കൃതിയിലെയാണ് ഈ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. ലീല, കരുണ, നളിനി, ചണ്ടാല ഭിക്ഷുകി ഏത് കൃതിയിലെയാണെന്നുള്ളതെന്ന് എഴുതുക. അടുത്ത 15ാമത്തെ ചോദ്യം. തൈക്കാട് അയ്യാ ഗുരുവിൻ്റെ തമിഴ് താളിയോല ഗ്രന്ഥം ആസ്പദമാക്കി ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് എന്നുള്ളതാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, തമിഴകം, വേദാന്ത സൂത്രം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതുക. ടൈം ആവശ്യമുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തോളൂ. അടുത്തത് വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം. വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം 1809, 1809, 1800. 2 തവണ സെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഓപ്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നമ്മൾ സെയിം ഓപ്ഷൻ വന്ന് നമ്മളത് വെട്ടിക്കളയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1809, 1863, 1853. അപ്പോൾ ACD എന്ന് പറയുന്ന ഈ ഒരു 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ കണക്കാക്കുക. നമ്മൾ B എന്ന് പറയുന്ന 2 ഓപ്ഷൻ ആയതുകൊണ്ട് സെയിം ഓപ്ഷൻ വന്നുകൊണ്ട് നമ്മളൊരു ഓപ്ഷൻ വെട്ടിയിട്ടുണ്ട്. ഇനി ACD ഈ 3 ഓപ്ഷനിൽ ഒരെണ്ണം എഴുതുക. ഓക്കെ, റെഡിയല്ലേ? അടുത്തത് 17. കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, തൈക്കാട് അയ്യാ ഗുരു. ഓക്കെ, ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? എഴുതുക. അടുത്തത് 18ാമത്തത്. എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമികൾ, തൈക്കാട് അയ്യാ ഗുരു. ഓക്കെ, അപ്പോൾ ആരാണെന്ന് വെച്ച് എന്ത് ചെയ്യുക? എഴുതുക. അടുത്തത് ആദിഭാഷ എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 19ാമത്തെ ചോദ്യം. ആദിഭാഷ എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, ബ്രഹ്മാനന്ദ ശിവയോഗി, വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അടുത്തത് 20ാമത്തെ ലാസ്റ്റ് ചോദ്യമാണ്. വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ അയ്യാവഴി, പതികൾ, നിഴൽത്തങ്കൽ, അതുപോലെ തന്നെ ദക്ഷരം. ഓക്കെ, അപ്പോൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു മേഖലയിൽ നിന്ന് നവോത്ഥാനം, കേരള നവോത്ഥാനം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ 20 ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയിട്ടുണ്ടാവും 20 ആൻസർ. കാരണം വളരെ സിമ്പിളാണ്, ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കാരണം നമ്മളിപ്പോൾ ബേസ് നോക്കുന്നുണ്ട്, പിന്നീട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള നവോത്ഥാനത്തിൻ്റെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആവണമെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. ബേസ് ഇല്ലാതെ നമ്മൾ പോയിട്ട് കുറച്ച് ഡീപ്പായിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളൊരു മോക്ക് ടെസ്റ്റായിട്ട് ചെയ്തത്. സോ നമുക്ക് നേരെ നമ്മൾ ആൻസറിലേക്ക് കിടക്കുകയാണ്. ആൻസർ നിങ്ങൾ കൃത്യമായിട്ട് ശരിയാണെങ്കിൽ ശരിയിടുക, തെറ്റാണെങ്കിൽ അത് തെറ്റിടുക. മൈനസ് മാർക്കൊന്നും നിങ്ങളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ എത്ര എണ്ണം ശരിയായി എന്നുള്ള മാർക്ക് മാത്രം എന്ത് ചെയ്യുക? നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ നോക്കുക. ആദ്യത്തെ ചോദ്യം. മലബാർ എക്കണോമിക് യൂണിയൻ എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അത് ഓപ്ഷൻ ബി ഡോക്ടർ പൽപ്പു ആണ്.
മലബാർ എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്ന സംഘടന സ്ഥാപിച്ചത്? അപ്പം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഡോക്ടർ പൽപ്പു. ഒന്നാമത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, ഡോക്ടർ പൽപ്പു. രണ്ടാമത്തേത് പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നയിച്ച സമരം അറിയപ്പെടുന്നത്? കല്ലുമാല, ഊരൂട്ടമ്പലം, 90-ാം ആണ്ട് ലഹള, വില്ലുവണ്ടി സമരം അല്ലേ? ഏതാണ്? ഇതെല്ലാം അയ്യങ്കാളിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്ന് അറിയാം. അത് പല പേരുകൾ, ഒരേ സമരത്തിൻ്റെ പല പേരുകളാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, വില്ലുവണ്ടി സമരമാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? ഈ പൊതുവഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നയിച്ച സമരമാണ് വില്ലുവണ്ടി സമരം. അടുത്തത് മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് എന്നുള്ളതാണ്. മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത് എപ്പോഴാണ്? അത് 1947 1947 മുതുകുളം പ്രസംഗം നടത്തുന്നത്. ഓക്കെ, അടുത്തത് നാലാമത്തേത് തൈക്കാടയ്യ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവ് ആര്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ആരാണ്? അത് സ്വാതി തിരുനാളാണ്. നമുക്കറിയാം അല്ലേ, സ്വാതി തിരുനാളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്ത അഞ്ചാമത്തേത് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, ബ്രാഹ്മണ ശിവനെയല്ല എന്ന് പറഞ്ഞത് ആരാണ്? അതും വളരെ ബേസായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ആര് തന്നെയാണ്? അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ആറാമത്തേത് ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ദരിദ്ര സേവയാണ് ഈശ്വര സേവ എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. നോക്കുക, ഓപ്ഷൻ ബി ആനന്ദതീർത്ഥനാണ് ഇവിടെ ശരി ഉത്തരം. ഓക്കെ, ആനന്ദതീർത്ഥനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ശരിയാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സൗന്ദര്യലഹരി അല്ലേ എന്ന കൃതി രചിച്ചത് ഈ സൗന്ദര്യലഹരിയുടെ വിവർത്തനമാണ് പറയുന്നത്. അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വിവർത്തനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സൗന്ദര്യലഹരി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് പേര് സൗന്ദര്യലഹരി എന്ന് കണ്ടതും ചിലപ്പോൾ ശങ്കരാചാര്യരിലേക്ക് പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ അവിടെ എഴുത്തെന്തി പറഞ്ഞിട്ടുണ്ട്? വിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ എ കുമാരനാശാൻ. ഓക്കെ, ഇപ്പോൾ സൗന്ദര്യലഹരിയുടെ വിവർത്തനം അല്ലേ, സൗന്ദര്യലഹരി എന്ന് പറയുന്ന കൃതി, അതായത് സൗന്ദര്യലഹരിയുടെ വിവർത്തനം ആരാണ് രചിച്ചിട്ടുള്ളത്? കുമാരനാശാനാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ അല്ലേ, ജീവശിഖ ജാഥ നയിച്ചതാരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരി ഉത്തരം. വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. അതെല്ലാം കുമാരനാശാൻ്റെ ഓട് വ്യവസായത്തിൽ അല്ലേ, കുമാരനാശാൻ ഓട് വ്യവസായശാല ആരംഭിച്ചത് എവിടെയാണ്? അത് ആലുവയിലാണ് ഓട് വ്യവസായശാല ആരംഭിച്ചിട്ടുള്ളത്. 9-ാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അടുത്തത് 10 തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി അഥവാ വക്കം മൗലവി അല്ലേ, അദ്ദേഹം അറിയാം നമുക്ക്. അടുത്ത 11 ചട്ടമ്പി സ്വാമികൾ സമാധിയായത് ഏത് വർഷം? ചട്ടമ്പി സ്വാമികൾ സമാധിയായത് ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 1924 ചട്ടമ്പി സ്വാമികൾ സമാധിയാവുന്നത് അല്ലേ. ചട്ടമ്പി സ്വാമികൾ സമാധിയാവുന്നത് 1924. അടുത്ത ചോദ്യമായിട്ടുള്ള ശ്രീനാരായണ ഗുരു സമാധിയായത് 1928 അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, മാറിപ്പോകരുത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പോൾ 12-ാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അടുത്ത 13 അഖിലത്തിരുട്ട് എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 13-ാമത്തെ ചോദ്യമാണ്. അതിനുത്തരം അത് വൈകുണ്ഠസ്വാമികളാണ്. അഖിലത്തിരുട്ട് അല്ലേ, അമ്മാനെ അരുൾനൂൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, അതൊക്കെ വൈകുണ്ഠസ്വാമികളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വാസവദത്ത, ഉപഗുപ്തൻ എന്നീ കഥാപാത്രങ്ങൾ കുമാരനാശാൻ്റെ ഏത് കൃതിയിലെയാണ് എന്ന് ചോദിച്ചാൽ അത് കരുണയിലെയാണ്. കരുണയിലെയാണ് വാസവദത്ത, ഉപഗുപ്ത എന്ന് പറയുന്ന കഥാപാത്രങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് എല്ലാം ആരുടെയാണ്? കുമാരനാശാൻ്റെ കൃതികളാണ് പറഞ്ഞിട്ടുള്ളത്. ലീല, കരുണ, നളിനി, ചണ്ടാല, വിഷി എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിലെ ഈ പറയുന്ന വാസവദത്ത, ഉപഗുപ്തൻ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ ഏത് കൃതിയിലാണ്? അത് കരുണയിലാണ് എന്നുള്ള കാര്യം ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. 15 തൈക്കാടയ്യ ഗുരുവിൻ്റെ തമിഴ് താളിയോല ഗ്രന്ഥമാസ്പദമാക്കി ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? അത് ഓപ്ഷൻ എ പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളമാണ് ഇവിടെ ശരി ഉത്തരം. അടുത്തത് 16-ാമത്തേത് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ഏത് വർഷം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നമ്മൾ എയും ബിയും ഒരേപോലെ ഓപ്ഷൻ വന്നുകൊണ്ട് ഒരു ഓപ്ഷൻ വെട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഓപ്ഷൻ എ 1809 തന്നെ, അത് തന്നെയാണ് ബിയിലും വന്നത്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരെണ്ണം വെട്ടിയത്. ഓക്കെ, അപ്പോൾ 1809 ആര് വൈകുണ്ഠസ്വാമികൾ ജനിച്ച വർഷം എന്ന് പറയുന്നത്. അടുത്ത 17 കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കാവി ധരിക്കാത്ത സന്യാസിയിലെ കാവിയും കമണ്ടലും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്തത് 18 എൻ്റെ കാശിയാത്ര എന്ന കൃതിയിലെ എൻ്റെ കാശിയാത്ര എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? എൻ്റെ കാശിയാത്ര എന്ന് പറയുന്ന ആരാണ്? അത് തൈക്കാടയ്യ ഗുരുവാണ്. തൈക്കാടയ്യ ഗുരുവാണ് എൻ്റെ കാശിയാത്ര എന്ന് പറയുന്ന കൃതിയിലെ. അപ്പോൾ ഓരോ നവോത്ഥാന നായകന്മാർ പഠിക്കുമ്പോൾ നമ്മൾ അവരുടെ കൃതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ കൃതികൾ നമ്മൾ ഇതെല്ലാം മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ മോക്ക് ടെസ്റ്റിനകത്ത്.
അടുത്ത 19ാമത്തെ ആദിഭാഷ എന്ന കൃതി രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആദിഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരുടെ പേര് ഓർമ്മ വരണം? ചട്ടമ്പി സ്വാമികൾ അല്ലേ? ആദിഭാഷ എന്ന് പറയുന്ന കൃതി ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമികളുടെയാണ്. 19ാമത്തേത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി അവസാന ചോദ്യം 20 വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? വൈകുണ്ഠസ്വാമികൾ പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അയ്യാവഴി, പതികൾ, നിഴൽത്തങ്കൽ, ദക്ഷണം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് നിഴൽത്തങ്കൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? നിഴൽത്തങ്കൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ 20 ചോദ്യങ്ങൾ നമ്മൾ നവോത്ഥാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കി. ആ 20 എണ്ണത്തിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ തെറ്റിയതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി, നിങ്ങളിവിടെ നെഗറ്റീവ് മാർക്കൊന്നും കണക്കാക്കണ്ട അല്ലേ? എത്ര എണ്ണം ശരിയായി, 20 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ശരിയായി എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ക്രാഷ് കോഴ്സ് ഇന്നലെയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതൊക്കെ ജനുവരി 8-ാം തീയതി തിങ്കളാഴ്ച ഇന്നലെ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. കാരണം ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ ഏതൊരു ബാച്ചാണെങ്കിലും അതിൽ ആദ്യം തന്നെ ജോയിൻ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന നവോത്ഥാനത്തിന് നിങ്ങൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഈ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി, കാരണം ഇതെല്ലാം ബേസാണ്. ഈ ബേസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇനി എത്രത്തോളം ഈ നവോത്ഥാനം എന്ന് പറയുന്ന മേഖലയ്ക്ക് ഫോക്കസ് ചെയ്യണം. കാരണം മുൻകാലങ്ങളിലെല്ലാം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ കുഴഞ്ഞു പോകും അല്ലേ? ബേസ് പോലും അറിയാത്ത ആൾ എങ്ങനെയാണ് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റുക? അപ്പോൾ അത്തരത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നവോത്ഥാനം എന്ന് പറയുന്ന ആ മേഖല നോക്കുക. സിലബസിൽ പറയുന്ന എല്ലാ നവോത്ഥാന നായകന്മാരെയും കൃത്യമായിട്ട് പഠിക്കുക. പ്ലസ് അതുകൂടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് നവോത്ഥാന നായകന്മാർ കൂടിയുണ്ട്. കാരണം നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, സിലബസിൽ തന്നിട്ടുള്ള മേഖലകൾ മാത്രമായിരിക്കില്ല പരീക്ഷയ്ക്ക് ചോദിക്കുക, അതിന് പുറത്തുനിന്ന് ചോദ്യം വരും. അപ്പോൾ സിലബസിൽ കുറച്ച് നവോത്ഥാന നായകന്മാർ 10-13 നവോത്ഥാന നായകന്മാരുടെ പേര് തന്നിട്ടുണ്ട്. അതുമാത്രം പഠിച്ചാൽ പോരെ എന്ന് ചിന്തിച്ചാൽ പോരാ, പുറത്തുനിന്ന് ചോദ്യങ്ങൾ വരും. അപ്പോൾ കുറേയധികം എക്സ്ട്രാ അല്ലേ പ്രധാനപ്പെട്ട സിലബസിൽ തരാതെ തന്നെ പ്രധാനപ്പെട്ട കുറേയധികം നവോത്ഥാന നായകന്മാരുണ്ട്. അവരെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അവരുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ മോക്ക് ടെസ്റ്റുകൾ നവോത്ഥാനത്തിൻ്റെ ചെയ്യാത്തവർ അതും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സപ്പോർട്ടുകളാണ് നമുക്ക് തുടർന്നും ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനമാകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുക? കാണാം. താങ്ക്